ഹായ് ഹലോ, ഇന്ന് നമുക്ക് ചോക്ലേറ്റ് ടവർ ചെയ്താലോ? അപ്പോൾ അതിന് വേണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ട് കാണിക്കുന്നത്. തെർമോക്കോൾ വേണം, സെൻറ്റഡ് റോസസ് വേണം, ജിപ്സം ഫ്ലവർ, പിന്നെ ചോക്ലേറ്റ്സ്, ബർത്ത്ഡേ ടോപ്പർ. ബേസായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം ബോർഡ് എടുത്തിട്ടുണ്ട്, പിന്നെ തിന്നായിട്ടുള്ള ഡബിൾ ടേപ്പ് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ പോളറോയിഡ്സും ഒരു വിഷസ് കാർഡും പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് തിന്നായിട്ടുള്ള ഈ സെല്ലോ ടേപ്പ് കൊണ്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. 4 തെർമോക്കോൾ ലെയേഴ്സും റൗണ്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ബേസായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ നമ്മൾ ഫോം ബോർഡോടെയും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ റെഡ് കളർ തിന്നായിട്ടുള്ള ഡബിൾ സൈഡ് ടേപ്പ് തന്നെ ഉപയോഗിക്കാൻ നോക്കാം കേട്ടോ ചെയ്യുമ്പോൾ, കാരണം അത് സ്റ്റിക്ക് ചെയ്താൽ അങ്ങനെ ഇരുന്നോളും. വൈറ്റൊക്കെ കിട്ടുന്ന, പക്ഷെ അത് ഇത്രക്ക് സ്റ്റിക്കിയല്ല. ഇങ്ങനെ ലെയർ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ചോക്ലേറ്റ്സ് ഓരോന്നോരോന്നായിട്ട് എടുത്ത് ഒട്ടിച്ചു കൊടുക്കുക. നമ്മൾ സ്റ്റിക്ക് ചെയ്യുമ്പോൾ സെല്ലോ ടേപ്പിൽ കൈ തൊടുമ്പോൾ നല്ലപോലെ സ്റ്റിക്ക് ആവുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല അടുപ്പിച്ച് നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾക്ക് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഒരു ക്രാഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ളതൊക്കെ ചെയ്യാനായിട്ട് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് തനിയെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാനോ ആനിവേഴ്സറി ഗിഫ്റ്റിനോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് ഹാമ്പറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ടവർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന്. ഈ ചോക്ലേറ്റ്സ് കൂടാതെ നമ്മൾ ഫ്ലവേഴ്സും ജിപ്സം ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് ഡെക്കറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചോക്ലേറ്റ് ടവർ നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. ഒട്ടിക്കേണ്ടി വന്നിട്ടുണ്ട്, കാരണം അത് ഗ്യാപ്പൊക്കെ ഒന്നുകൂടെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ട് വീണ്ടും സ്റ്റിക്ക് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആദ്യമേ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും രണ്ടാമത് പണിയെടുക്കേണ്ടി വരില്ല. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ചെയ്യണ പാട്ട് ഇവിടെ, ചോക്ലേറ്റ് സ്റ്റിക്ക് ചെയ്യണ പാട്ട് ഇവിടെ ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മൾ സെൻറ്റഡ് റോസസ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. മുകളിൽ ആ ഡബിൾ ടേപ്പ് ഉള്ളത് കൊണ്ട് കുത്തി വെച്ച് കഴിഞ്ഞാൽ ഒട്ടി അവിടെ ഇരിക്കുകയും ചെയ്തോളും. അപ്പോൾ നമുക്ക് അത് പറഞ്ഞു പോരുന്നുള്ള പേടി വേണ്ട. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട്, ബൊക്കേക്ക് യൂസ് ചെയ്യുന്ന ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് കുത്തി കൊടുത്തതിന് ശേഷം ഇതിൽ കറക്കി വെച്ചാലും മതി. അതും നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ പോകുന്നുള്ള പേടി ഒട്ടും വേണ്ട. അതിനൊപ്പം ഈ ഡബിൾ ടേപ്പും കൂടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും സേഫായിരിക്കും കൊറിയർ അയക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്. അങ്ങനെ സെൻറ്റർ റോസ് സ്റ്റിക്ക് ചെയ്യുന്ന പാട്ട് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജിപ്സം ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ജിപ്സം ഫ്ലവർ കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇത് നമ്മൾ ഒറിജിനൽ ഫ്ലവർ ഷോപ്പിൽ പോയിട്ട് എടുത്താണ്. ഇതിന് മുമ്പത്തെ പാട്ടൊക്കെ ആയിട്ട് നമ്മൾ പർച്ചേസിങ് വ്ലോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. ഇതുപോലത്തെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ പേജിലോട്ടൊന്ന് DM ചെയ്താൽ മതി. ഇൻസ്റ്റാ ID നമ്മൾ ലാസ്റ്റ് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ജിപ്സം ഫ്ലവേഴ്സ് കുത്തി കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എവിടെയൊക്കെ ഫില്ല് ചെയ്യണമെന്ന് തോന്നുന്നോ അവിടെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഈ പാട്ടുകൂടെയും കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ ഇത് കാണാൻ. ഈ ഫ്ലവേഴ്സ് നല്ല ഭംഗിയാണ്. ഇത് വെച്ച് വർക്ക് ചെയ്യാന്നുള്ളത് നല്ല രസമാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു റിബൺ ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബർത്ത്ഡേ ടോപ്പറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വിഷസ് കാർഡും കൂടെ ഉണ്ടായിരുന്നു, അതും വെക്കുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒപ്പം വെക്കാനായിട്ട് 5 പോളറോയിഡ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ 2 ഡേയ്സിനുള്ളിലാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊറിയർ ചെയ്തിട്ടുള്ളത്. UK-യിലുള്ളൊരു ചേച്ചിയാണ് നമുക്ക് ഈ വർക്ക് തന്നത് കേട്ടോ. ഇതാണ് വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണേ.